ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഇട്ട നമ്മുടെ തമ്മിൽ അനുസരിച്ച് തന്നെ നമ്മളൊരു സെറ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഹോം ഡെക്ക അല്ലെങ്കിൽ വോൾ ഡെക്ക ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കാം കേട്ടോ, ഡൗട്ട് വരണ്ട. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു നൂലില്ലേ, നമ്മൾ ഇതെന്താണ് വൂളൻ ത്രെഡ് എന്ന് പറയും. അത് കുറച്ച് മതി, ഇത്രയൊന്നും വേണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ എയർ ഡ്രൈ ക്ലേസ് ആണ്. ഞാനിപ്പോൾ നമ്മുടെ മറ്റേ എയർ ഡ്രൈ ക്ലേ നമ്മൾ നേരത്തെ മേടിച്ച ക്ലേയും പിന്നെ ഞാൻ നമ്മുടെ ഗീവ് വേയുടെ കൂടെ എനിക്ക് മേടിച്ചൊരു ടൈപ്പ് ക്ലേയും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെയിൻറ്റാണ്. ഇത് ഞാനിപ്പോൾ ഹെയർ ബണ്ണ് എടുത്തതിന് എന്നെ ഒന്നും പറയില്ല, നമ്മുടെ സ്പോഞ്ച് ഇവിടെ എല്ലാം തപ്പി കണ്ടില്ല. അന്നേരം നമ്മൾ ഇത് പഞ്ച് ചെയ്ത് ചെയ്യാനായിട്ടാണ്, പെയിൻറ്റ് ചെയ്യാനായിട്ടാണ് ഇതെടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു സ്റ്റിക്കർ എടുക്കാം, ഒരു ഈസ്റ്ററിക് സ്റ്റിക്കർ എടുക്കുക. ഇത് നമ്മുടെ റബ്ബറിൻ്റെ കമ്പാന്ന് പറയാം. ഇത് തന്നെ എടുക്കുക, ചെറുത് പറഞ്ഞാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സ്കെച്ച് ആവശ്യമുണ്ടോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ചുമ്മാ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ടേപ്പ്, ഇവിടെ ഗ്ലൂ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ എടുക്കാമായിരുന്നു. പിന്നെ നമ്മുടെ സിസേഴ്സ് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇതില്ലേ, ഇത് മെറ്റാലിക് കളറിലെ പെയിൻറ്റിൻ്റെ ഇത് കാർഡ്ബോർഡ്. അപ്പോൾ ഇത്രയും മതി, നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കമ്പില്ലേ, ഇതിന് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ബ്ലാക്ക് അടിച്ചിരിക്കുക. പെട്ടെന്നൊരു തിളക്കമുള്ള വീഡിയോ ആയിരിക്കും. ഞാനൊരു ചെറുതായിട്ടൊരു കളർ മാറ്റം നടത്തിയതാണ്. ഇനി ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കാർഡ്ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ 3 പീസ് കാർഡ്ബോർഡ് ഇച്ചിരി അത്യാവശ്യം വലുത് കട്ട് ചെയ്തെടുക്കാം. ഈ 3 കാർഡ്ബോർഡ് ഉണ്ടോ, ഇതിൻ്റെ ഡിസൈൻ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇതൊക്കെ കണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു. ഇതാ സൂക്ഷിച്ച് നോക്കിക്കോ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഇതില്ലേ, ആ ഒരു ഡസ്റ്റക്കർ ഞാൻ എടുത്തിനകത്തോട്ട് ഒട്ടിച്ചു. നല്ല രസമുണ്ട്, ശരിക്കും അടിപൊളിയാണ് ഇത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മുടെ ഈ ഒരു ബ്ലാക്ക്, ഈ ഒരു കമ്പിയിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതാണ്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഈ ഒരു സിൽവർ, ഈ ഒരു ഗോൾഡ് കളറിൽ ഇത് മെറ്റാലിക് പൗഡർ തൂത്തെടുക്കാം. എന്നിട്ട് കാണാം. ഇത് മെറ്റാലിക് ടച്ചോട് കൊടുത്തപ്പോൾ എനിക്ക് നേരത്തെ കാണണമെങ്കിൽ എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞറിയിക്കുന്നത്, ഇവിടെ ഒരു റിയൽ കളറൊന്ന് കാണാം. നല്ല സെറ്റാണ്. ഇനി ഈ ഒരു കമ്പ് നമ്മൾ നേരത്തെ ആ ഒരു കാർഡ്ബോർഡ് ചെയ്തിട്ടേ, അതോടെ ആ ഒരു ടോയിൽ തൂക്കി അങ്ങോട്ട് കെട്ടിയിടാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആളുടെ ഒരു മാറ്റമല്ലേ, ആ ഒരു താഴെ വീണു കേട്ടോ. അതിനെന്തോ ഇതിനകത്തോട്ട് ഇരിക്കുക ഒരു യോജിയുടെ കുറവ്. പക്ഷെ എന്തൊക്കെയോ ചെയ്തു, എനിക്കിഷ്ടമായിട്ടോ. നേരിട്ട് കാണുന്ന ലുക്കാണ് സെറ്റ്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. ഞാൻ ഒന്നുകൂടെ അടുപ്പിച്ചാണ്. ഈ നൂലിൻ്റെ കളർ അങ്ങോട്ട് സെറ്റ് ചെയ്തില്ല. ഒരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഇച്ചിരി ഡാർക്ക് ബ്രൗൺ ആണ്. ഇതിൻ്റെ മേലിലൊക്കെ ഇവിടെ അടുത്തൊരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.